മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ചാണ് നിങ്ങളുമായി ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യെരുശലേമിലെ സഭയിലൊരു ഭാഷാ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭക്ഷണ പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുവാൻ അപ്പസ്തോലന്മാർ 7 ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്തതിൽ രണ്ടാമത്തെ ആളായിരുന്നു ഫിലിപ്പോസ്. ഒന്നാമത്തെ ആൾ സ്തേഫാനോസ് ആയിരുന്നു. സ്തേഫാനോസിൻ്റെ പ്രസംഗാനന്തരം അദ്ദേഹത്തെ മഹാപുരോഹിതന്മാർ വിസ്തരിച്ച് കല്ലെറിഞ്ഞ് കൊന്ന കാര്യം നമുക്കറിയാം. അതോടെ യെരുശലേമിലെ സഭയ്ക്ക് പീഡ വർദ്ധിക്കുകയാണ്. കാരണം വിശ്വാസികൾ അപ്പോസ്തലന്മാർ അതിനെതിരെ യാതൊരു പ്രക്ഷോഭവും നടത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് ആളുകൾ ആക്രമണം അഴിച്ചുവിട്ടു. യെരുശലേമിൽ വിശ്വാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി. അവർ തങ്ങളുടെ വീടും സ്വത്തും നാടും എല്ലാം ഉപേക്ഷിച്ച് അവർ ചെതറിപ്പോയി. യേശു അത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു നാട്ടിൽ സുവിശേഷവുമായി നിൽക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അടുത്ത പട്ടണത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആളുകൾ പോയ കൂട്ടത്തിൽ ഈ ശുശ്രൂഷകനായിരുന്ന ഫിലിപ്പോസ് പോയത് ശമര്യയിലേക്കാണ്. കാരണം യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദയിൽ എല്ലായിടവും പിന്നെ ശമര്യയിലും അവസാന ലോകത്തിൻ്റെ അറ്റത്തോളം എന്നാണ്. അപ്പോൾ ഇതുവരെ ആരും ശമര്യയിലേക്ക് പോയിട്ടില്ല. ശമര്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തു ശമര്യയിലെ ഒരു പട്ടണത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ ശിഷ്യന്മാർ 2 പേരെ അയച്ചു. ഞാൻ വരികയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും വചനം പറയുകയൊക്കെ ചെയ്യാം, അതുകൊണ്ട് അതിനുവേണ്ടി വട്ടം കൂട്ടണം. പക്ഷേ അവർ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇത് കേട്ട യേശുവിൻ്റെ അപ്പോസ്തലന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറഞ്ഞു, ഏലിയാവ് ചെയ്തതുപോലെ ഇവരെ തീയിട്ട് നശിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ യേശു വേറൊരു പട്ടണത്തിലേക്ക് പോയി. അപ്പോൾ യേശുവിനെ പോലും സ്വീകരിക്കാത്ത ശമര്യരുടെ അടുക്കലേക്ക് വിഗ്രഹാരാധികളും മന്ത്രവാദികളും ഒക്കെയായ അല്ലെങ്കിൽ സങ്കരജാതിക്കാരായ ആളുകളുടെ അടുത്തേക്ക് പോകാൻ ഫിലിപ്പോസിന് അതീവ സന്തോഷമായിരുന്നു. കാരണം ശമര്യക്കാരുടെ സന്ദർശനം കാലം അടുത്തു എന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കി. കാരണം യേശു പറഞ്ഞത് ആദ്യം യെരുശലേം, പിന്നെ യഹൂദ്യ, പിന്നെ ശമര്യ. അപ്പോൾ യെരുശലേമിൽ യഹൂദയിലുടനീളവും സുവിശേഷം അറിയിച്ച് കഴിഞ്ഞു. തീർച്ചയായിട്ടും അടുത്തത് ശമര്യക്കാരുടെ ഊഴമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശമര്യ അതിന് പാകപ്പെട്ടിട്ടുണ്ട് എന്ന് ഫിലിപ്പോസ് വിശ്വസിച്ചു. ഫിലിപ്പോസ് അവിടെ ചെന്ന് സുവിശേഷം പറയാൻ തയ്യാറായി. നിങ്ങൾ ഓർക്കണം, യെരുശലേമിലെ 7 ശുശ്രൂഷകരിൽ ഒന്നാമനായ വളരെ പ്രസംഗ പാഠവുമൊക്കെയുള്ള കൃപാവരമുള്ള സ്തേഫാനോസിനെ ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നു.
അത് യഹൂദന്മാരെക്കാൾ ധാർമ്മികതയിൽ മോശമായ ആളുകളാണ് ശമര്യക്കാർ, യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകളാണ്. അവിടെ പോയി പ്രസംഗിക്കാനുള്ള ദൈവാത്മാവിൻ്റെ ധൈര്യം ഫിലിപ്പോസിനുണ്ടായിരുന്നു. ഫിലിപ്പോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ദൈവം അന്യതര സാധാരണമായ ദൈവകൃപ അവൻ്റെ മേൽ ചൊരിഞ്ഞു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യാൻ ദൈവം ആ സാധാരണ വിശ്വാസിയെ അനുഗ്രഹിച്ചു. നാം ഓർക്കണം, ഫിലിപ്പോസ് എന്നു പേരുള്ള ഒരു അപ്പസ്തോലൻ യെരുശലേമിൽ ഉണ്ടായിരിക്കെയാണ് ഫിലിപ്പോസ് എന്ന ഈ സാധാരണക്കാരനെ ദൈവം ഇതുപോലെ പ്രയോജനപ്പെടുത്തുന്നത്. ഫിലിപ്പോസിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അനുഭവിച്ച ആളുകൾ ദൈവം ഉള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടു. അവിടെ മനോഹരമായൊരു സഭയുണ്ടായി. വലിയ ഉണർവ് ആ ദേശത്തുണ്ടാകാൻ മന്ത്രവാദികൾ പോലും മന്ത്രവാദം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇത് കേട്ട യെരുശലേമിലെ സഭ ഫിലിപ്പോസിനെ സഹായിക്കാൻ അയച്ചത് പത്രോസിനെയും യോഹന്നാനെയുമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെയാണ് സഭ അയച്ചത്. അവരൊരുമിച്ച് പ്രവർത്തിച്ചു. ശമരിയയിലെ സഭയിൽ പിന്നീട് കൃപാവരമുള്ള ആളുകൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ 2 പേരും ഫിലിപ്പോസും യെരുശലേമിലേക്ക് തിരിച്ചു പോന്നു. ഏറ്റവും രസകരമായ കാര്യം, യെരുശലേമിൽ അപ്പോസ്തലന്മാർ എല്ലാവരും ഉണ്ടായിരിക്കെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണനെ സുവിശേഷം പറഞ്ഞ് സ്നാനത്തിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഈ ഫിലിപ്പോസിനെയാണ്. തീർന്നില്ല. ആ മന്ത്രി നോക്കി നിൽക്കെ ദൈവാത്മാവ് ഈ ഫിലിപ്പോസിനെയാണ് എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയത്. അപ്പോസ്തലന്മാരിൽ ആരെയും എടുത്തുകൊണ്ട് പോയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ആത്മാവ് എടുത്തുകൊണ്ട് പോയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. യേശുവിനോട് കൂടെ 3.5 വർഷം പരിശീലനം നേടിയ അപ്പോസ്തലന്മാരെ എടുത്തുകൊണ്ട് പോയില്ല. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതിൻ്റെ വിവരം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ അല്ലാതിരുന്ന ഒരു സാധാരണ വിശ്വാസി അല്ലെങ്കിൽ ഒരു സുവിശേഷകനെ ഇതാ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിനു മുൻപ് ഹാനോക്കിനും ഏലിയാവിനും മാത്രം സിദ്ധിച്ച ആ വലിയ പദവി ഈ സാധാരണക്കാരൻ ഒരു കാലത്ത് ഭക്ഷണകാര്യത്തിൽ വിധവമാരെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ സുവിശേഷകന് ലഭ്യമാവുകയാണ്. പിന്നീട് അവസാനം നമ്മൾ വായിക്കുന്നത് കൃപാവരമുള്ള 4 പെൺകുട്ടികളോടുകൂടെ കൈസരിയിൽ ജീവിക്കുന്ന ഒരു ആളായിട്ടാണ് ഈ സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ അവസാനം നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണക്കാരന്, ഒരു എളിയവന് ദൈവകൃപയിൽ ആശ്രയിച്ചാൽ, കർത്താവിനെ സ്നേഹിച്ചാൽ എന്തുമാത്രം ഉയരാമെന്നുള്ളതിൻ്റെ പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല മാതൃക ഫിലിപ്പോസാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ വിദ്യാഭ്യാസ കുറവോ ധനത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ സ്വാധീനക്കുറവോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഫിലിപ്പോസിനെ പോലെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഉപയോഗിക്കും. അനേകരുടെ രക്ഷയ്ക്ക്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്തും. നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.